A coil having area A naught is placed in a magnetic field changes from V naught to 4B naught time interval T. The magnitude of EMF induced in the coil will be. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രാവശ്യം ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, ഏരിയ സെയിം ആണ്, ഏരിയ തന്നിട്ടുണ്ട്, എന്താണ് എ നോട്ട് ആണ് എന്നുള്ളത്, ടൈം ഇന്റർവെല്ലും തന്നിട്ടുണ്ട് ടി ആണ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബി നോട്ടിൽ നിന്ന് 4B നോട്ടിലേക്ക്, ബി നോട്ടിൽ നിന്ന് 4B നോട്ടിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് കാണാൻ പറഞ്ഞ ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഫൈ ആണ്, ഡി ബൈ ഡി ടി ഓഫ് ഫൈ ആണ്. അപ്പം ഇവിടെ ഡി ഫൈ അതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാത്രമേ ആ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം ബി എ എന്നുള്ളത്. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്, ബി നോട്ടിൽ നിന്ന് എങ്ങോട്ടാണ്, 4B നോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്തായാലും എ നോട്ടാണ്. അപ്പം ഡി ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4B നോട്ട് എ നോട്ട് മൈനസ് ബി നോട്ട് എ നോട്ട്, അതായത് 3B നോട്ട് എ നോട്ട് ആയിരിക്കും ഡി ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഡി ഫൈയും കിട്ടി, ഡി ടി എന്ന് പറയുന്നത് ടി ആണെന്ന് കിട്ടി. അപ്പം ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈക്വൽ ടു 3A നോട്ട് ബി നോട്ട് ബൈ ടി, ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ 3A നോട്ട് ബി നോട്ട് ബൈ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുക. അപ്പം ബൈ.